ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, റൂത്ത് 3-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക. ഈ വചനഭാഗം മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുവാൻ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ വചനഭാഗം നോക്കാം. നിങ്ങൾ ഈ ബൈബിൾ ഭാഗം ആദ്യം വായിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി ചോദ്യ ഉത്തരങ്ങൾ നോക്കാം. റൂത്ത് 3-ാം അധ്യായം. ചോദ്യം 1. മകളെ, സന്തുഷ്ടമായ കുടുംബജീവിതത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുക എൻ്റെ കടമയല്ലേ? ആരോടാണ് ഇങ്ങനെ ചോദിച്ചത്? ഉത്തരം: നവോമി റൂത്തിനോട്. വാക്യം 3:1. 2. ആര് നമ്മുടെ ബന്ധുവാണ് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: ബോവാസ്. വാക്യം 3:2. 3. മെതിക്കളത്തിൽ ബാർലി പാറ്റുന്നതിന് ആര് ഇന്ന് വരുന്നുണ്ട് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: ബോവാസ്. വാക്യം 3:3. 4. നീ കുളിച്ച് തൈലം പൂശി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് എവിടേക്ക് പോകുക എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: മെതിക്കളത്തിലേക്ക്. വാക്യം 3:3. 5. എന്നാൽ ഏത് സമയം വരെ ബോവാസ് റൂത്തിനെ തിരിച്ചറിയരുത് എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം: അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ. വാക്യം 3:3. 6. റൂത്ത് 3:4 അവൻ ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കി വയ്ക്കുക. പിന്നീട് നീ ചെന്ന് അവൻ്റെ കാലിൽ നിന്നും പുതപ്പ് മാറ്റി അവിടെ കിടക്കുക. ആരോടാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: നവോമി റൂത്തിനോട്. 7. ബോവാസ് എവിടെയാണ് കിടന്ന് ഉറങ്ങിയത്? ഉത്തരം: ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ. വാക്യം 3:7. 8. റൂത്ത് എങ്ങനെ ചെന്നാണ് ബോവാസിൻ്റെ കാലിൽ നിന്നും പുതപ്പ് മാറ്റി അവൻ്റെ കാൽക്കൽ കിടന്നത്? ഉത്തരം: സാവധാനം. വാക്യം 3:7. 9. അർദ്ധരാത്രിയിൽ അവൻ ഞെട്ടിയുണർന്നു. ആരാണ് ഞെട്ടിയുണർന്നത്? ഉത്തരം: ബോവാസ്. 3:8. 10. ഞെട്ടിയുണർന്ന ബോവാസ് നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ റൂത്ത് എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം: ഞാൻ നിൻ്റെ ദാസിയായ റൂത്ത്. വാക്യം 3:9. 11. അങ്ങൻ്റെ അടുത്ത ബന്ധുവാകയാൽ അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച് എന്നെ സ്വീകരിക്കുക. ആരോടാണ് ഇങ്ങനെ ആവശ്യപ്പെട്ടത്? ഉത്തരം: റൂത്ത് ബോവാസിനോട്. വാക്യം 3:9. 12. ബോവാസ് എന്താണ് റൂത്തിനോട് മറുപടി പറഞ്ഞത്? ഉത്തരം: കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. 13. ധനികരോ ദരിദ്രരോ ആയ ആരെ തേടാതെ നീ എൻ്റെ അരികിൽ വന്നല്ലോ എന്നാണ് ബോവാസ് പറഞ്ഞത്? ഉത്തരം: യുവാക്കന്മാരെ. വാക്യം 3:10. 14. നഗരത്തിൽ ബോവാസിൻ്റെ പരിചയക്കാരെല്ലാം റൂത്തിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ത്? ഉത്തരം: റൂത്ത് ഒരു ഉത്തമ സ്ത്രീയാണ്. വാക്യം 3:11. 15. ഞാൻ നിൻ്റെ അടുത്ത ബന്ധുവാണെന്ന് വാസ്തവം തന്നെ. എന്നാൽ എന്നേക്കാൾ അടുത്ത് ആര് നിനക്ക് ഉണ്ടെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: മറ്റൊരു ചാർച്ചക്കാരൻ. വാക്യം 3:12. 16. ഏറ്റവും അടുത്ത ബന്ധു റൂത്തിനെ സ്വീകരിക്കുമോ എന്ന് രാവിലെ അന്വേഷിക്കാം. ഇല്ലെങ്കിൽ ഈ ബന്ധുവിൻ്റെ കടമ ഞാൻ നിർവഹിക്കും. ബോവാസ് ആരുടെ നാമത്തിലാണ് പറഞ്ഞത്? ഉത്തരം: കർത്താവിൻ്റെ. വാക്യം 3:13. 17. ഏത് സമയം വരെയാണ് നീ ഇവിടെ കിടന്നുകൊള്ളുക എന്ന് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: പ്രഭാതം വരെ. വാക്യം 3:13. 18. എപ്പോഴാണ് റൂത്ത് എഴുന്നേറ്റത്? ഉത്തരം: അതിരാവിലെ ആളറിയുന്നതിന് മുമ്പ്. വാക്യം 3:14. 19. എവിടെ ഒരു സ്ത്രീ വന്നെന്ന് ആരും അറിയരുതെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം: മെതിക്കളത്തിൽ. വാക്യം 3:14. 20. ബോവാസ് എത്ര അളവ് ബാർലി ആണ് റൂത്തിന് കൊടുത്തത്? ഉത്തരം: 6 അളവ്. വാക്യം 3:15. 21. വീട്ടിലെത്തിയപ്പോൾ അമ്മായിയമ്മ നവോമി എന്താണ് റൂത്തിനോട് ചോദിച്ചത്? ഉത്തരം: മകളെ, എന്തുണ്ടായി? വാക്യം 3:16. 22. അമ്മായിയമ്മയുടെ അടുത്തേക്ക് എങ്ങനെ പോവേണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി എനിക്ക് അവൻ തന്നു എന്നാണ് നവോമിയോട് റൂത്ത് പറഞ്ഞത്? വെറും കൈയോടെ. വാക്യം 3:17.
23 മകളെ, കാര്യങ്ങൾ എങ്ങനെയാകുമെന്ന് കാത്തിരുന്ന് കാണാം. ആരാണിങ്ങനെ പറഞ്ഞത്? നവോമി. വാക്യം 3:18. 24 കാര്യം തീരുമാനിക്കുന്നതുവരെ അവൻ അടങ്ങിയിരിക്കില്ല. ഇന്ന് തന്നെ തീരുമാനം ആകും. ആരുടെ കാര്യമാണ് ഇങ്ങനെ പറഞ്ഞത്? നവോമി ബോവാസിൻ്റെ കാര്യം. 3:18. പ്രിയ സഹോദരങ്ങളെ, റൂത്ത് 3-ാം അധ്യായത്തിലെ റൂത്ത് ബോവാസിൻ്റെ മെതിക്കളത്തിലാണ്. നവോമി തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവായ ബോവാസിനെ റൂത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി കാണുന്നു. അങ്ങനെ നവോമിക്ക് തോന്നാൻ കാരണം വയലിൽ വെച്ച് ബോവാസ് റൂത്തിനോട് കാണിച്ച കരുണയാണ്. ആ ഭാഗം നമ്മൾ 2-ാം അധ്യായത്തിൽ കണ്ടു. ഭൃത്യന്മാരോട് റൂത്തിനെ ശല്യം ചെയ്യരുതെന്ന് പറയുന്നു. ഭക്ഷണപാനീയങ്ങൾ നൽകുന്നു. കറ്റകളിൽ നിന്നും ധാന്യം ശേഖരിക്കാൻ പറയുന്നു. കൊയ്ത്ത് കഴിയുന്നതുവരെ അയാളുടെ വയലിൽ കാലാപെറുക്കാൻ അനുവദിക്കുന്നു. ഒരു വീണ്ടെടുപ്പുകാരൻ നമുക്കും ഉണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3:24 പറയുന്നു, അവർ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. നമ്മൾ യേശുക്രിസ്തു വഴി വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഇനി അദ്ദേഹത്തിലേക്ക് വരാം. നവോമിക്ക് ഭർത്താവിൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും റൂത്തിനോടുള്ള കരുണയും വ്യക്തമാകുന്നു. റൂത്ത് നവോമി പറഞ്ഞതുപോലെ ചെയ്യുന്നു. ബോവാസ് റൂത്തിൻ്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നു. ധനികരോ ദരിദ്രരോ ആയ യുവാക്കന്മാരോട് തേടാതെ റൂത്ത് അമ്മായിയമ്മ പറഞ്ഞതുപോലെ ബോവാസിനെ വീണ്ടെടുപ്പുകാരനായി കാണുന്നു. അവൾ മെതിക്കളത്തിൽ ധാന്യകൂമ്പാരത്തിൻ്റെ അരികിൽ കിടന്നുറങ്ങുന്ന ബോവാസിൻ്റെ കാൽക്കൽ നിന്നും പുതപ്പ് മാറ്റി അവിടെ കിടക്കുന്നു. അടിമ യജമാനൻ്റെ കാൽക്കൽ കിടക്കുക ഇസ്രായേലിലെ ഒരു ചട്ടമാണ്. ഞെട്ടിയുണർന്ന ബോവാസ് റൂത്ത് അങ്ങയുടെ വസ്ത്രം എൻ്റെ മേൽ വിരിച്ച് എന്നെ വീണ്ടെടുക്കുക എന്ന് പറയുന്നു. ബോവാസിന് അവരുടെ പ്രവൃത്തി ഇഷ്ടമാകുന്നു. ബോവാസ് വയലിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അവളോട് ഇഷ്ടം തോന്നിയിരുന്നു. നവോമിയും റൂത്തും ബെത്ലഹേമിൽ നിന്ന് വന്നപ്പോൾ മുതൽ റൂത്തിനെ കുറിച്ച് നഗരത്തിലുള്ള ജനങ്ങളുടെ സംസാരം ബോവാസ് കേട്ടിരുന്നതാണ്. പക്ഷേ ബോവാസ് ഈ സമയം റൂത്തിനെ വീണ്ടെടുക്കാൻ മടിക്കുന്നു. കാരണം തന്നേക്കാൾ ബന്ധമുള്ള വേറൊരാൾ ഉണ്ട്. അയാൾ അത് ചെയ്യുന്നില്ലെങ്കിൽ കർത്താവാണ്, ഞാൻ നിന്നെ വീണ്ടെടുക്കാമെന്ന് റൂത്തിനോട് പറയുന്നു. ആ രാത്രി അവിടെ കിടക്കാൻ അനുവദിക്കുന്നു. രാവിലെ 6 അളവ് ബാർലി കൊടുത്ത് റൂത്തിനെ പറഞ്ഞു വിടുന്നു. നവോമി റൂത്തിനോട് എല്ലാ വിവരങ്ങളും ചോദിച്ചറിയുന്നു. ഇന്ന് തന്നെ തീരുമാനമാകുമെന്ന് പറയുന്നു. ഇതാണ് ഈ അധ്യായത്തിൻ്റെ ചുരുക്കം. നിങ്ങളുടെ എല്ലാവർക്കും ഈ വചനഭാഗം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വചനഭാഗം ശ്രദ്ധിച്ചതിന് ഒത്തിരി സ്നേഹത്തോടെ നന്ദി. താങ്ക്സ് ഫോർ ഓൾ.